ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നത് വരിക്കച്ചക്ക കൊണ്ടുള്ള ചക്ക വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. ഇത് വരിക്കച്ചക്കയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ കായ്ച്ച ചക്കയാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തേൻ വരിക്കയാണ്. ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ്. ഇത് ഇറുത്ത് അതിൻ്റെ കുരുവും അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ അതിൻ്റെ ഓരോ ചുളയായിട്ടെടുത്ത് അരിഞ്ഞ് ഉരുളിയില്ലേ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉരുളി ഗ്യാസിൽ വെച്ച് കത്തിച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ അരിഞ്ഞ് ചക്കയെല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇതിങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് തീ കൂട്ടി കൊടുക്കാം. ഇപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടി കൊടുത്തതിന് ശേഷം ഈ ബാക്കിയുള്ളതും കൂടെ അതിലിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ആ നെയ്യിൽ ഈ ചക്കയെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാനാണ് നെയ്യ് ആദ്യമേ കുറച്ചൊഴിക്കുന്നത്. എല്ലാ വശത്തുനിന്നും ഇതുപോലെ ഇളക്കി ആ നെയ്യിൽ മൊത്തം ഈ ചക്ക യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ പല പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും അതുപോലെ ഇളക്കി ചക്ക പാത്രത്തിനടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നെയ്യ് തീർന്നിരുന്ന ടിന്നിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഉരുകി വരാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് വീഴാത്തത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് തട്ടി കൊടുക്കുന്നത്. വീണ്ടും ഇളക്കി കൊടുക്കണം ഇതേപോലെ. നെയ്യ് ഒഴിക്കുന്നത് കൊണ്ട് അത് അടിക്ക് പിടിക്കില്ല. വലുതായിട്ട് തീ കൊടുക്കാൻ പാടില്ല. കുറച്ച് തീയിൽ വേണം ഇത് ഇങ്ങനെ വരട്ടിയെടുക്കാൻ. അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ആ കണ്ണാപ്പ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിക്കായി വരുന്നില്ലേ, ഇതുപോലെയാണ് ഇത് വരണ്ട് വരുന്നത്. നെയ്യും ഈ വരിക്കച്ചക്കയുമായിട്ടാണ് ഇങ്ങനെ വരട്ടിയെടുക്കേണ്ടത്. അതിൽ കുറച്ചുകൂടെ നെയ്യ് ഇങ്ങനെ ഉരുവി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ നെയ്യ് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ളത് നല്ലപോലെ ഉരുകി അതിൽ വീണിട്ടതിന് ശേഷം ഇട്ടത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തട്ടിയിടുന്നത്. നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കണം. എല്ലാ വശത്തുനിന്നും ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ വരണ്ട് വരുമ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് തന്നെ ഇത് തനിയെ ഇങ്ങനെ വിട്ട് മാറി വരും. അതാണ് അതിൻ്റെ ഒരു പരുവം.
ശരിക്കും നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കൂലേ, അലുവ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അതേപോലെയാണ് ഈ ചക്ക വരട്ടിയും ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ അടുത്ത ടിന്നിലുള്ള നെയ്യ് എടുത്തു. അതും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പൂണ് കൊണ്ട് കോരിയിടാമെന്ന് വിചാരിച്ചു. ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇത്രയും ചക്ക, ഈ ഒരു ചക്കയ്ക്ക് ഒരു 200 ഗ്രാം നെയ്യ് വേണ്ടി വരും. ആ നെയ്യിലെ ഒരു മണവും രുചിയും ഒക്കെയാണ് ഈ ചക്കയുടെ ഈ ചക്ക വരട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി. ഇതിൽ നമ്മൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ വരട്ടി കൊടുക്കണം. കണ്ടോ, കുറച്ചും കൂടെ അത് കട്ടിയായില്ലേ. ഇനി ശർക്കര പൊടിയാണിത്. ജഗ്ഗറി എന്ന് പറയുന്ന ഒരു പൗഡറാണിത്, ശർക്കരയുടെ പൗഡർ. ഇത് ബിഗ് ബസാറിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതിലാവുമ്പോൾ ഈ കല്ലും കട്ടയും മണ്ണും ഒന്നും കാണത്തില്ല. മറ്റേ ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മളിത് ഉരുക്കിയെടുക്കണം, കട്ടിക്ക് പാനി കാച്ചി അങ്ങനെയൊക്കെ എടുക്കണം. ഇതാവുമ്പോൾ നമുക്കതൊന്നും ചെയ്യേണ്ടി വരില്ല. നല്ല പൗഡർ പോലത്തെ ശർക്കര പൊടിയാണ് കിട്ടുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ശർക്കര ഇനി ചേർത്ത് കൊടുക്കാൻ, കണ്ടോ പൊടിയായിട്ടിരിക്കുന്നുണ്ടോ, പൗഡർ പോലെ. ഇതിന് ഒരു 2 കപ്പ് ശർക്കരയാണ് ഇതിൽ ചേർത്തത്. ചക്കയിൽ മധുരം ഉണ്ട്, അപ്പോൾ ഒരു ചെറിയ കപ്പിന് 2 കപ്പ് ശർക്കര മതിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അത് ഇളക്കി യോജിപ്പിക്കണം. ശർക്കര പൊടിയൊക്കെ നല്ല ഉരുകി ചക്കയിൽ നല്ല ചേർന്ന് വരണം. കണ്ടോ, ഇതിൽ വീണ്ടും കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ അത് നല്ല വരണ്ട് വരത്തുള്ളൂ. അടുപ്പിൻ്റെ സൈഡിൽ ആ ടിന്ന് വെച്ചതുകൊണ്ട് അതിങ്ങനെ ഉരുകി ഇരിപ്പുണ്ടായിരുന്നു. വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. കുറച്ച് ക്ഷമയോടെ ചെയ്യുന്നവർക്കേ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല ഏകദേശം വരണ്ട് വന്നിട്ടുണ്ടത്. ഇനി ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് ഏലക്കായാണ്. ഏലക്ക പൊടിച്ചിട്ട് അതിൻ്റെ തോട് മാറ്റി വയ്ക്കണം. തോട് ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് തോട് മാറ്റിയിട്ട് അതിൻ്റെ പൊടി മാത്രം, ഏലക്കയുടെ ആ പൊടിഞ്ഞു വന്ന് പൊടി മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഈ അലുവയൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു രുചിയും അതുപോലെയൊക്കെ ഇരിക്കുള്ളൂ. ഇനി ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതും നല്ല പോലെ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. നല്ല പോലെ വരട്ടി എടുക്കണം. ഇതിൻ്റെ ഒരു പരുവം ഞാൻ പറഞ്ഞില്ലേ, ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് മാറി വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. കുറേ കൂടെ അത് നല്ല വരണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി കുറച്ചുകൂടെ വരണ്ട് വരാനുണ്ട്, കുറച്ചുകൂടെ കട്ടിയാവാനുണ്ട്. ഉണ്ടോ, ഇതുപോലെ ഇളക്കി വീണ്ടും യോജിപ്പിച്ച് കൊടുക്കണം.
നല്ല പാകമായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ശർക്കര പൗഡറേ. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി നല്ല പാകത്തിന് നല്ല പോലെ വരണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മണമായിരുന്നു. ഈ നെയ്യുടെയൊക്കെ ഒരു മണവും ഏലക്കപ്പൊടിയുടെ മണവും ഒക്കെ ആയിട്ട് ഭയങ്കര മണവും അതുപോലെ തന്നെ രുചിയുമുള്ളൊരു ചക്ക വരട്ടിയാണ്. അത് കണ്ടോ, ഇതുപോലെ വരണ്ടിരിക്കും. ആ പാത്രത്തിൽ നിന്ന് കണ്ടോ, ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇളകി വരും. അടിക്കൊന്നും പിടിക്കാതെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് നല്ല പോലെ അത് വരട്ടിയെടുക്കാൻ സാധിച്ചത്. കുറച്ചും കൂടെ അടുത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ വരണ്ട് വരും. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ ഇളക്കുമ്പോൾ. ഇതുപോലെ ഇരിക്കും. ഇത് നമുക്ക് ദോശയുടെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും ബ്രെഡിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചക്ക വരട്ടി. എൻ്റെ കൂട്ടുകാരെല്ലാവരും എടുത്ത് കഴിച്ചോളണേ. ഹലോ ചക്കരകളെ, ഞാൻ ഉണ്ടാക്കിയ ചക്ക വരട്ടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ചക്കരകൾക്കും ബൈ ബൈ.